ജിത്തു ജോസഫ് എന്നുള്ളൊരു ഡയറക്ടർ ഒരു അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേർക്ക് സ്വന്തമായിട്ട് സിനിമയായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്നത് പോലെ തോന്നാറുണ്ട്. ഒരു 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 സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ. ഇപ്പം ദൃഢത്തിന് അവതരിപ്പിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾക്ക് ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വിപിൻ ദാസിന്റെ അസോസിയേറ്റ്സ് ആണ് വാഴയുടെ പല ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത്. ബേസിൽ ജോസഫിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസന്റെ അസോസിയേറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ അവരൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അവരുടെ ഗുരുക്കന്മാരായിരുന്ന ആൾക്കാർ അവർക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ജിത്തു ജോസഫ് അത് ഭയങ്കര കോൺഷ്യസ്ലി എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണോ? എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കൊക്കെ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിക്കണം, അതിന് എന്നാൽ കഴിയുന്നത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഡിസിഷനാണോ അത്? എൻ്റെ കൂടെ നിൽക്കുന്നല്ല, നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് ഇത് ചെയ്യണം. ഇപ്പം ഈ വിപിൻ തന്നെ അന്താക്ഷരിയുടെ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് OTT ബിസിനസ് ആകുന്നല്ലോ, ഒന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്ക് പടം കാണണം. സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഒരാളുടെ ലൈഫല്ലേ, ഒരാൾ എന്തോരം കഷ്ടപ്പെട്ട് ഒരു സാധനം ചെയ്യുന്നത്. നമുക്കും അറിയാലോ നമ്മളും ഒരു സിനിമ എന്നൊക്കെ എന്താ ആഗ്രഹിച്ചു. അന്ന് ഞാൻ അത് പ്രസൻസ് വെച്ചു, അത് കഴിഞ്ഞ് അത് OTT വിറ്റു, അത് ചെയ്തു. പിന്നെ കൂടെയുള്ളവർ, ഞാനിപ്പം കൂടെയുള്ളവർക്കെന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തന്നെ, ഇപ്പം എൻ്റെ മോളാണ് അത് ഇത് ചെയ്യുന്നത്, ലൈൻ പ്രൊഡക്ഷൻ പോലെ. നമ്മൾ ഒത്തിരി കഥകൾ കേൾക്കുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഒന്നെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആർക്കെങ്കിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരിത്. കാരണം എനിക്ക് പലരും എന്നെ പല രീതിയിൽ പലയിടത്തുനിന്ന് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മദർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ലൈഫിൽ നമുക്ക് പറ്റുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കുക. അവർ ചിലപ്പോൾ തിരിച്ച് ഒന്നും ചെയ്തെന്ന് വരില്ല, പക്ഷെ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നിനക്ക് പല സ്ഥലത്തുനിന്ന് സഹായം വരും. എൻ്റെ ലൈഫിൽ അത് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ സഹായിച്ചവർ ചിലപ്പോൾ എന്നെ സഹായിക്കണമെന്നില്ല, പക്ഷേ എനിക്കൊരു ക്രൈസിസ് വരുമ്പോൾ എന്നെ സഹായിക്കാൻ എവിടുന്നെങ്കിലും ആൾക്കാർ വരും. അപ്പം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക. അത് വേണ്ടേ, ആർക്കും ഒരാൾക്ക് തന്നെ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എനിക്കതൊരു സെൻറ്റിമെൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണെങ്കിലും കഥ കൊണ്ട് വരുമ്പോൾ ഞാൻ പറയും, വീട്ടിലേക്ക് വരണം, മെയിലിട്ടാൽ എനിക്ക് കഷ്ടപ്പെട്ട് കാസർഗോഡ് നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് നിങ്ങൾ മെയിലിട്ടാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചടിച്ച് വരും, ബട്ട് സ്റ്റിൽ അത് നമുക്കൊരു സന്തോഷത്തിൻ്റെ ഭാഗം അത്രയും.